ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെ കോട്ടയപ്പുറത്തെ ഫാമിലിയോടൊപ്പമുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അതായത് ഇങ്ങനെ ഉപ്പാൻ്റെ ഫാമിലിയോടൊപ്പമുള്ളൊരു വ്ളോഗാണ്. എല്ലാവരെയും ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കണില്ല. ഇൻഷാല്ലാ ഇങ്ങനെ എല്ലാവരും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ അങ്ങനെ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ലല്ലോ. കുറേ ആൾക്കാർക്ക് മടി കാരണമാണ്, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും. പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പാൻ്റെ വരിയിൽ മൗലൂദാണ് കേട്ടോ. അതായത് ഉപ്പാൻ്റെ അനിയൻ്റെ വരിയിൽ മൗലൂദാണ്. മൗലൂദ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മയും മേമയൊക്കെ ഉമ്രക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ മൗലൂദ് അവിടെ അങ്ങനെ കഴിപ്പിച്ചതാണ്. ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ചെറിയൊരു പരിപാടി അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ആ മൗലൂദ് ഏകദേശം ഇങ്ങനെ ലാസ്റ്റ് എത്തുന്ന ടൈമിൽ, നമ്മൾ ദ്വയർക്കുന്ന ടൈമിൽ, യാസിനൊക്കെ പോകുന്ന ടൈമിൽ ആ ചെമ്പ് അവിടെ ഇവിടെയൊക്കെ കൂടുന്ന ഇങ്ങനെ പൊട്ടിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു മണം ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളെ ഫുൾ കൺട്രോളും പോകും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് പറഞ്ഞാൽ ആണുങ്ങൾക്കും അവിടെ അകത്ത് അല്ലാത്തവർക്കൊക്കെ വെച്ച് കൊടുത്തു. ബാക്കി പുറത്ത് ഈ കുട്ടിപ്പട്ടാളത്തിനൊക്കെ ഇരുത്തി കൊടുത്തിട്ടോ. അപ്പോൾ അനുമോൻ ഇപ്പോഴും ഞാൻ വാരി കൊടുക്കണം, അല്ലാതെ ആൾ തിന്നൂല. അങ്ങനെ ഓനിക്ക് വാരി കൊടുക്കൽ കഴിഞ്ഞതേ ഞാനും വിളമ്പി ഞങ്ങളെല്ലാവരും ഇരുന്ന് തിന്നു. ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് ഈ വരാന്ത പോലുള്ള ഈ ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇരിക്കാനും ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ മേലേക്ക് വന്നു. കാരണം അതായത് വൈകുന്നേരം നമ്മളോടെയാണ് ഫുഡ്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും സാജിയും നേരെ മേലേക്ക് വന്നു കേട്ടോ. പെരകളൊക്കെ അടുത്തടുത്താണ് കേട്ടോ. അതായത് ഉപ്പാൻ്റെ അനിയന്മാർ ഒക്കെ അടുത്തടുത്താണ്. അതുകൊണ്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാവരും ഉണ്ടാവും. അങ്ങനെ തൊട്ടായതുകൊണ്ട് തന്നെ വീടിൻ്റെ കാര്യമൊക്കെ അവിടെ കിടക്കട്ടെ, നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഞങ്ങളും ബിരിയാണി തന്നെയാണ് കേട്ടോ വെക്കണത്. നേരത്തെ തീരുമാനിച്ചിരുന്നു ബിരിയാണിയാണെന്നുള്ളത്. പിന്നെ താഴത്തും ബിരിയാണി തന്നെയായിരുന്നു. അപ്പം നമ്മൾ സാധനങ്ങളെല്ലാം കൊടുക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ മാറ്റാനും മറിച്ചാനും ഒന്നും നിന്നില്ല. ഇപ്പോൾ കുറച്ചായിട്ട് അനുമോനെ നല്ല ഫ്രണ്ട്സ് കൂടിക്കൊണ്ട് അങ്ങനെ തിരഞ്ഞ് വരലൊക്കെ തുടത്തിക്കൊണ്ട് ഞാൻ അങ്ങനെ അവനെ പുറത്തേക്ക് വിടൂല, കളിച്ചാനൊന്നും അങ്ങനെ അങ്ങോട്ട് ഒഴിഞ്ഞു വിടൂല. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ തിരഞ്ഞു വരുമ്പോൾ ഭയങ്കര ഇതുണ്ടാവും, വലുതായോ എന്നൊരു തോന്നൽ ഇങ്ങനെ വരും. ഞങ്ങൾക്കിപ്പോഴും മോനൊരു ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ തിരഞ്ഞു വന്ന് ഓനെങ്ങനെ ചോദിക്കുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇവമോൾ എത്തിക്കണു. ഇവമോൾ പിന്നെ കുറച്ചധികം നേരം ഓളമ്മാൻ്റെ അടുത്ത് തന്നെ ഇക്കാരം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഏകദേശം നമ്മളെ അടുത്തേക്ക് സെറ്റ് ആകുമ്പോഴത്തേക്കും ഓൾക്ക് പോകാനും ആവും കേട്ടോ. ഇപ്രാവശ്യം വരുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരിക്കാം. ഞാൻ ഓൾക്ക് നല്ല ട്രെയിനിങ് കൊടുത്തിരുന്നു. പക്ഷെ എന്തായാലും ഫോണിൽ കൂടിയിട്ടോ. പക്ഷെ അതൊന്നും സെറ്റായില്ല. അപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു മസാല കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞങ്ങൾ എപ്പോഴും വെക്കുന്ന ഒരു ബിരിയാണിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ദമ്മക്കടൽ കഴിഞ്ഞിട്ട് നേരെ ഞാൻ അപ്പുറത്തേക്ക് വന്നു. അതായത് നമ്മൾ ഒരേക്ക് വന്നു, കുറച്ച് അരി അരക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരിയൊക്കെ അരച്ച് വെച്ചു. അപ്പം നമ്മളെ പണ്ടത്തെ ദോശനെക്കാട്ടിലും നല്ല പുരോഗതിയുള്ള ദോശയാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഉമ്മ പോണത് കേട്ടോ. ഏകദേശം ഒരു 10ൻ്റെ ഉള്ളിൽ ഇറങ്ങും. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും ചെയ്യും. അങ്ങനെ ഞാൻ അവിടെ അരി അരച്ചു, സാജി അപ്പുറത്തും അരി അരച്ച് ഫുള്ള് ഞങ്ങൾ സെറ്റാക്കി. രാത്രി അളിയാക്ക വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അളിയാക്ക വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഹായ് പറഞ്ഞ വേലക്കാരി ജാനുണ്ട്. എത്ര വന്ന പിന്നെ രാത്രി തറവാട്ടിൽ നിന്ന് എല്ലാവരും വന്നു. ഞങ്ങളെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടോ. റംലേമയൊന്നും ഉണ്ടായിരുന്നില്ല, അതായത് ഉമ്മാൻ്റെ ഒപ്പം പോണ ഇളയമ്മ കേട്ടോ. ഓലുണ്ടായിരുന്നില്ല, ഓല് ഫുഡ് ബിരിയാണി ഒന്നും കഴിക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓലുണ്ടായിരുന്നില്ല, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടോ. ബിരിയാണി ഒരു രക്ഷ ഉണ്ടായില്ല, അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ് ഈ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ്. ഞങ്ങൾ ഫുള്ള് ഇങ്ങോട്ട് മിക്സ് ചെയ്യും കേട്ടോ. ഞങ്ങളല്ല വേറൊരാളാണ് ഇത് വെക്കുന്നത്. അങ്ങനെ ഫുള്ള് ഇങ്ങോട്ട് മിക്സ് ചെയ്യും, അടിപൊളിയാണ്. പിന്നെ രാത്രി എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം ഈ ഒരു പൈസ ഉമ്മാക്ക് മാറ്റിയത് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാണ്. അപ്പം ഞാനത് വാങ്ങിയിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഇതിന് കുറേ പൈസ കൊടുത്തയച്ചിട്ടോ ഉപ്പ. പക്ഷെ ഒന്നും ചിലവാക്കാതെ ഇങ്ങോട്ട് പോകുന്നു ആൾക്ക് അങ്ങനെ അങ്ങോട്ട് ദൂർത്തടിക്കുക അങ്ങനെയൊന്നുമില്ല. ആൾ അവിടെ കൊണ്ടുപോയി ഫുള്ള് ചിലവാക്കാതെ കൊടുന്നു. പിന്നെ ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾക്ക് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി തന്നത്. അവിടുന്ന് ഞങ്ങൾക്കുള്ളത് കൊടുന്നിരുന്നു. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ ഈ സാധനം മുതലാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു മാപ്പിളിനെ കിട്ടിയതാണ് ഉമ്മാൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഒക്കെ സെറ്റായി കൊടുക്കും. പിന്നെ രാത്രി കുറച്ച് മാങ്ങയും കഴിച്ച് ഞങ്ങളങ്ങോട്ട് കടന്നുറങ്ങി. രാവിലെ നീച്ച് ഞങ്ങളെ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ പോകാനാകുമ്പോഴത്തേന് നമുക്ക് ചായയും കടിയും കറിയൊക്കെ റെഡിയാക്കി എടുക്കണം. പറയുന്നേട്ടോ അതൊന്നും നമ്മൾ എയർപോർട്ടിലേക്ക് പോകണേന്ന്. എയർപോർട്ടിലേക്ക് ഒന്നല്ല കേട്ടോ, ഒരു ബസ്സിൽ എവിടെ നിന്നാണോ കയറുന്നത് അതുവരെ നമ്മളും ആക്കാൻ പോകുന്നുണ്ട്. ഈ സംഭവം എന്ന് പറയുന്നത് വട്ടൂരി അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടോ, വട്ടൂരിയാന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത്.
അടിപൊളി ടേസ്റ്റാണ്. റെഡിമെയ്ഡായിട്ട് വാങ്ങണതാണ് കേട്ടോ. അപ്പോൾ 50-60 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ ഒരു പീസ് കൊണ്ട്. അതായത് ചപ്പാത്തി പോലുള്ള ഒരു റൗണ്ട് പീസ് കൊണ്ട് നമുക്ക് 4 എണ്ണം ചുട്ടെടുക്കാം. ഞാൻ ചൂടോടെ 2 എണ്ണം അപ്പം തിന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. ഞാൻ പൊതുവേ ഭൂരിയൊന്നും തിന്നാത്ത ആളാണ്, പക്ഷെ എനിക്കിത് നല്ല ഇഷ്ടമായി. പിന്നെ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ദോശയും വട്ടൂരിയും അങ്ങനെ ഒരുപാട് കടികളുണ്ടായിരുന്നു. ഒരുപാട് പറഞ്ഞാൽ അത്രയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇത് അടുത്ത വട്ടൂരി വീണ്ടും കഴിച്ചു. ഞാൻ പറഞ്ഞ ഭൂരിയൊന്നും തിന്നൂല. പിന്നെ ഇത് ചോളത്തിൻ്റെ പൊടി കൊണ്ടാണ് കേട്ടോ. ഇതെല്ലായിടത്തും കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നതും തിന്നണതും ഉണ്ടാക്കുന്നതും ഒക്കെ. പിന്നെ രാത്രി ചോറ് തികയിലോ വിചാരിച്ചിട്ട് പൊറാട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ തന്നെ ചൂടാക്കി എടുത്തു. പിന്നെ കിഴങ്ങും കടലയും ചിക്കനും കൂടി ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള കറിയാണ്. അത് പൊതുവേ നമ്മളെല്ലാം കൂടി ഇട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ തിന്നല കഴിഞ്ഞ് ഇപ്പുറത്ത് വന്ന് നോക്കുമ്പോൾ അബ്ബയും കുട്ടിയും ഓരോരുത്തുണ്ട്. ഇപ്പുറത്ത് കുറച്ച് ആൾക്കാർ, അപ്പുറത്ത് കുറച്ച് ആൾക്കാർ, എല്ലാവരും ഉണ്ട് കേട്ടോ. ആരും നീച്ചിട്ടില്ല. ഐറയും കുട്ടി ഇപ്പുറത്തുണ്ട്, പൂമോളും കുട്ടി അപ്പുറത്തുണ്ട്. അങ്ങനെ ഓലെന്ന് ജസ്റ്റ് വന്ന് ഉണർത്തി ഞാൻ അങ്ങോട്ട് തന്നെ പോയിട്ടോ. അളിയാക്ക പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഉമ്മാനോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിട്ടോ. ആൾക്ക് കച്ചവടവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറേ വൈകി പോയാൽ അതൊന്നും നടക്കൂല എന്നിട്ട് എവിടേക്കോ പോകണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ആൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്ക് എന്തെങ്കിലും വാങ്ങണോ എന്നൊക്കെ ചോദിച്ചാൽ ഉമ്മ വേണ്ടാന്നേ പറയുള്ളൂ കേട്ടോ. ബേക്കറിക്ക് നമുക്ക് പോയി വാങ്ങാന്ന് പറഞ്ഞപ്പോൾ ഒന്നും വേണ്ടായിരുന്നു. പിന്നെ നിർബന്ധിച്ച് പറഞ്ഞ് ഈ ഒരു 2 ബിസ്ക്കറ്റ് ഞാൻ വാങ്ങി ആ ബാഗിൽ വെക്കാൻ പറഞ്ഞു. ആളെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടൊരു മുട്ട സൂചി പോലും വാങ്ങിപ്പിച്ചൂല. അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ പറഞ്ഞതായിരുന്നു കുറച്ച് ബേക്കറി ഹോൾസെയിലായിട്ട് നമുക്ക് പോയി വാങ്ങാം, അവിടുന്ന് തിന്നാം, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും തിന്നാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആളതൊന്നും കേട്ടില്ല. പിന്നെ അളിയൊക്കെ വന്നപ്പോൾ കൊടുന്ന ഫ്രൂട്ട്സിൽ ഉമ്മാക്ക് കൊണ്ടുപോകാനും കൂടി ഉള്ളതുണ്ടായിരുന്നു. അങ്ങനെ അതിന്ന് ഫ്രൂട്ട്സ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുമ്പോൾ ആൾക്ക് ചെറിയൊരു സങ്കടം ഉണ്ടെങ്കിലും പിന്നെ നല്ല സന്തോഷമുള്ളൊരു കാര്യത്തിനല്ലേ പോണേ. പിന്നെ ഞങ്ങളെ സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ പോയാലും 15 ദിവസം കൊണ്ട് തിരിച്ചു വരുമ്പോൾ ഒരു പെട്ടി ഉണ്ടാകുമല്ലോ, അതാണ് ഞങ്ങളെ സന്തോഷം കേട്ടോ. അപ്പോൾ തുറക്കുക എന്ന് പറയുന്നത് ഒരു ആക്രാന്തമുള്ള കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ വലിയ പോകുമ്പോൾ വേറെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ കൂടി നിൽക്കുന്നതൊക്കെ നമ്മളെ ആൾക്കാരാണ്. അതായത് ഇമ്മാൻ്റെ ഫാമിലിനെ അധികം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഉമ്മാൻ്റെ കൂടിന്ന് പിന്നെ ഉമ്മാൻ്റെ ഏട്ടത്തെയും അളിയാക്കിയും പിന്നെ ഓലെ മകനും മരോളും മകളും കുട്ടികളും അങ്ങനെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നാത്തൂനും അൻസത്തിയും ഒക്കെ ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. ഒക്കെ ക്യാമറിൻ്റെ മുന്നിലേക്ക് വരാത്ത സൈസുകളാണ് കേട്ടോ. അപ്പോൾ ഇപ്പാനെ ഞാൻ ചെറുതായിട്ട് വീഡിയോ എടുക്കുക എന്ന് പറയാതെ ഞാൻ വേഗം എടുത്തതാണ്. ആളെ ഓടിട്ടോ. ബസ് പുറപ്പെട്ടത് പുറ്റാനിക്കാട് പള്ളിയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ സാജര പേര അവിടെ തന്നെയാണ്, അതിൻ്റെ തൊട്ടാണ്, ഓളെ തറവാടിൻ്റെ തൊട്ടാണ് ഈ പള്ളി കേട്ടോ. ഇമ്മ പോയി തിരിച്ചു വരുന്ന വഴി ഞാനും സാജിയും സമതൊക്കെ സ്കൂട്ടിമായിരുന്നു മീനൊക്കെ. അപ്പോൾ ഞങ്ങൾ സാജര പെരയിലൊന്ന് കയറി ഓളെ ബ്രദറിൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പെരയിൽ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി. കാരണം അമ്മ പോയി കഴിഞ്ഞാൽ നമ്മളെ നാത്തൂനെ നമ്മൾ തന്നെ നോക്കണ്ടേ. ഉത്തരവാദിത്തം ഫുള്ള് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് ആൾ പൊയ്ക്കുന്നത്. 15 ദിവസമാണെങ്കിലും അതൊരു പോക്ക് തന്നെയാണ് കേട്ടോ. കാരണം ഓലുണ്ടെങ്കിൽ പിന്നെ ഓടിപ്പാഞ്ഞ് ഓലിനെ ഉണ്ടാവും എല്ലായിടത്തും. നാത്തും പിന്നെ ഞങ്ങൾ ആത്മാർത്ഥത കൂടിയ നോട്ടം കൊണ്ടാണെന്നറിയില്ല പിറ്റേ ദിവസം തന്നെ അവിടുന്ന് പാഞ്ഞിട്ടോ. പിന്നെ 4 മണിയായപ്പോഴത്തേക്കും നമ്മളെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പെര കാണാൻ. അപ്പോൾ ഇതിൻ്റെ മാളിക്കുന്നത്തെ കസിൻസാണ് ഓല് പെര കണ്ടിട്ടുണ്ടായില്ല, അങ്ങനെ വന്നതാണ് കേട്ടോ. ഇതിൻ്റെ വലിയ മൂത്തമ്മാൻ്റെ പേരക്കുട്ടികളും പേരമരിമക്കളും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മകളെ കുട്ടികളും മകൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. ഒരു പെര കണ്ടിട്ടുണ്ടായില്ല. അപ്പം അങ്ങനെ വന്നതാണ്. ഓല് വന്ന് കുറച്ച് നേരം നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഓല് അങ്ങനെ പോയിട്ടോ. കുറേ നേരം നിന്നില്ല. ഓല് എവിടെയോ മണ്ണാർക്കാട് എവിടെ പോയി തിരിച്ചു വരുന്ന വഴി അങ്ങനെ വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മാവ് ജസ്റ്റ് ഒന്ന് നോക്കി. ഞാൻ രാവിലെ ഈ മാവ് എടുത്തിട്ടുണ്ടായില്ല. കടികളല്ലാത്തതിന് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി ഇളക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ കുളത്തേക്ക് വന്നു. കുളത്തേക്ക് വേറെയും കസിൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചതാണ്, റീൽസൊക്കെ എടുക്കണം എന്നിട്ടാണ് പോകുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊരു മഴ. ആ മഴ ഞങ്ങളാണ് സഹിച്ചു. വന്ന ടൈമിലൊന്നും ഉണ്ടായില്ല. പിന്നെ കസിൻസ് ഓലൊക്കെ എത്തിയ ടൈമിൽ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ പോയില്ല, ഫോണ് കാറിൽ കൊണ്ടുവച്ചു. പിന്നെ നമ്മൾ ഈ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും എടുക്കാൻ നിൽക്കില്ലല്ലോ. ആദ്യം കുറച്ച് മീനൊക്കെ പിടിച്ച് പിന്നെ ഈ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ട്യൂബ് സെറ്റായി. അങ്ങനെ ആ ട്യൂബിൽ ഞാനും ഷാക്കിയും പോയി. ബാക്കിയുള്ള എല്ലാവരും അങ്ങനെ ട്യൂബിൽ വെള്ളത്തിൻ്റെ നടുകൂടിയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടോ. നീന്തൽ അറിയാത്തവരൊക്കെ. പിന്നെ ഓരോ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ആ നനവിൽ തന്നെ പോയിങ്ങാണ്ട് കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങി പാലും വാങ്ങി നേരെ തിരിച്ചു പോന്നിട്ടോ. അങ്ങനെ ഉൾക്ക് ചായയൊക്കെ കൊടുത്തു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ അമ്മയൊക്കെ പോയതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കണം കേട്ടോ. പൂമോളുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഓള് പോയിട്ടുണ്ടായില്ല, ബാക്കി എല്ലാവരും പോയിട്ടോ. താത്തയും കുട്ടികളും എല്ലാവരും പോയി, പൂമോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിത് ഈ ഒരു പുഡിങ് സെറ്റാക്കി. ടേസ്റ്റ്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇടാം. എനിക്ക് ഓവർ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. എങ്ങനെയാണ് ഈ പുഡിങ് ഉണ്ടാക്കണോ ഇത് ശരിയാവണേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ശരിയായില്ല, എനിക്കല്ല, ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാക്കിയത്. എന്തായാലും ഇത് ഫ്ലോപ്പായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച പുഡിങ് ഇങ്ങനെയൊന്നും അല്ല. പുഡിങ്ങൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് ഞാനും ഷാക്കിയും പോയ സ്ഥലമാണ് കേട്ടോ, ഏറ്റവും സ്പെഷ്യലായ സ്ഥലം. അപ്പോൾ ഇതാണ്, അനൻഷാനെ കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ. നമ്മളെ മണ്ണാർക്കാട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോവാതിരിക്കുമോ. എന്തായാലും ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ബ്ലോക്കും ഇതൊക്കെ കാരണം കുറച്ച് വൈകി കാണാൻ പറ്റിയില്ല. അവിടുന്ന് കാണാൻ പറ്റാത്തതിൽ ആദ്യം സങ്കടം ഉണ്ടായിരുന്നു, പിന്നെ അത് സന്തോഷമായിട്ടോ. കാരണം അവിടുന്ന് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് റൂമിൽ പോയി ഫാമിലീനെ മൊത്തം കാണാൻ പറ്റിയത്. അല്ലെങ്കിൽ എല്ലാവരും ഒന്നും ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഓലെ എല്ലാവരെയും കൊണ്ടുപോയി കാട്ടി തന്ന സന്തോഷത്തിന് ഇഷാഖും അനുവിനൊക്കെ ഞാൻ സാഫ്രോണിൽ കയറി മന്തി വാങ്ങിക്കൊടുത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് നല്ല സന്തോഷത്തിൽ മന്തി അയച്ചു. ഇത് ഈ ഒരു പൊലിവ് 2 ദിവസം ഉണ്ടായിട്ടോ. അനൻഷാനി ഫാമിലിനെയും കണ്ട പൊലിവ് 2 ദിവസം ഉണ്ടായിരുന്നു. ഞാൻ ചിരിച്ച് തന്നെയായിരുന്നു രാവിലെയൊക്കെ, കാരണം അങ്ങനെ കാണാൻ പറ്റിയല്ലോ. ഞങ്ങൾ മണ്ണാർക്കാടുള്ള ടൈം തന്നെ പൂമോള് പോകാമെന്നും പറഞ്ഞ് വിളിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഓള് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് അടുത്ത പുഡിങ് തുറന്നത് കേട്ടോ. കാരണം ആ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്തിൻ്റെ ബാക്കി ഞങ്ങൾ 2-3 പാത്രത്തിലാക്കി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിറ്റേന്ന് എടുത്തപ്പോൾ ഒന്നും കൂടി സെറ്റ് ആയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ കുറച്ച് പിസ്തൊക്കെ പൊടിച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെങ്ങാണ്ട് ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. പക്ഷേ തലേ ദിവസത്തെ അത്രയും ശരിയായിട്ടുണ്ടായില്ല. എന്താണെന്നറിയില്ല കേട്ടോ ഈ ഒരു പുഡിങ് ഒന്നും ഇങ്ങനെ ശരിയാവാത്തത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇടാം, അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. വരുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.